ഹലോ പ്ലസ് ടു മക്കളെ, അപ്പം നിങ്ങളുടെ ലാംഗ്വേജ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നിങ്ങളുടെ മാത്സ് എക്സാമിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ്. അടുത്ത എക്സാം മാത്സ് ആണ്. ആവശ്യത്തിന് കൂടുതൽ ദിവസങ്ങളുണ്ട്. കൃത്യമായിട്ട് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് എന്നുള്ള ഫുൾ പ്ലാൻ പറഞ്ഞുതരാം. എങ്ങനെ എക്സാമിനർ ക്ലാസ് എടുത്തു തരുന്നു, എങ്ങനെ നിങ്ങൾ ബാക്കിയുള്ള സമയം യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യും എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാമിന്. ഓക്കെ, ഫിസിക്സ് എക്സാമിന് നിങ്ങൾക്ക് 2 10 hour ലൈവും പ്ലസ് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കുട്ടികൾ ഫേസ് ചെയ്തെന്താ, എല്ലാം പഠിച്ചു, എല്ലാം അറിയായിരുന്നു, പക്ഷേ എക്സാമിന് ഓർമ്മ വന്നില്ല എന്ന്, അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ആരാ ശരിയാക്കേണ്ടത്? ടീച്ചേഴ്സാണോ? അല്ല, നിങ്ങൾ സമയം എടുത്തിട്ട് സെൽഫ് സ്റ്റഡിയും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം. പ്ലസ് ടു ആണ്, വെറുതെ ക്ലാസ് കണ്ടിട്ട് അത് അങ്ങനെ തന്നെ ഇപ്പോൾ എക്സാമിന് എഴുതാമെന്ന് വിചാരിക്കരുത്. ലെവലിൽ കൂടുതൽ, അപ്പം നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് പ്രോസസ്സ് ചെയ്യണം, അത് മെമ്മറിയിൽ ഉറപ്പിക്കണം. അപ്പം അതിനുള്ള സമയം കൊടുക്കണം, അതിനുള്ള പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആ മിസ്റ്റേക്ക് എക്സാമിന് മാത്സിന് വരരുത്. ഓക്കെ, നിങ്ങൾ പഠിച്ചു, ക്വസ്റ്റ്യൻ കണ്ടു, എനിക്കത് അറിയാം, പക്ഷെ ഇങ്ങനെ ചെയ്യണം എന്നറിയില്ല, അതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, മാത്സിൽ ഫുൾ ആപ്ലിക്കേഷൻ മാത്രമുള്ള ആ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. വെറുതെ പോയിന്റ്സ് എഴുതി വെച്ചാൽ നിങ്ങൾ സയൻസ് എക്സാമ്പിൾ മാർക്ക് കിട്ടൂല. അപ്പോൾ പ്ലാനിലേക്ക് കിടക്കാം മക്കളെ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസങ്ങൾ ഫുൾ അടിപൊളി പ്ലാനുകളായിരിക്കും. ഓക്കെ, പ്ലാനുകളും ലൈവുകളായിട്ട്. ഓക്കെ മക്കളെ, ഇന്ന് ലൈവ് ഇല്ല. ഓക്കെ, ഇന്ന് ലൈവ് ഇല്ല, പക്ഷെ ഇന്നും നാളെയും നാളൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം മക്കളെ. നാളെ ഫ്രൈഡേ നിങ്ങൾക്ക് 11 മണിക്ക് മോർണിംഗ് സെഷനാണ്. കംപ്ലീറ്റ് മാത്സ് ഡേ 1. നിങ്ങൾക്ക് കംപ്ലീറ്റ് മാത്സ് നമ്മൾ 3 ദിവസം പഠിപ്പിച്ച് തരും. എല്ലാ ചാപ്റ്ററും പഠിക്കാൻ റെഡി ആയിട്ട് വന്നോ. പഠിപ്പിക്കാന്ന് വെച്ചാൽ ABCD മുതൽ പഠിപ്പിക്കും, പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ചാൽ പഠിക്കാൻ പോകുന്നത്. കാരണം എക്സാമിന് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 11 മണിക്ക് രാവിലെ എണീറ്റ് വന്നോ. 11 മണിക്ക് എണീറ്റില്ലെങ്കിൽ അതിന് പ്രശ്നമുണ്ട്. ഇനി 11 മണിക്ക് വരുന്ന ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നും കൂടി ഇന്ന് ഞാൻ പറഞ്ഞു തരും. സോ ദാറ്റ് അത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വരാം. അതിന് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 11 മണിക്ക് സെഷൻ മക്കളെ. 10 hour ഒന്നും ആയിരിക്കില്ല ലൈവ് ക്ലാസ് വരെ, 4-5 hours ഒക്കെയാണ് പെർ ലൈവ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 11 AM to ഏകദേശം എന്താണ് നമുക്കൊരു 4 hours എന്ന് പറയുമ്പോൾ 3 PM വരെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ദിവസത്തിലെ ഒരു കുഞ്ഞു ഭാഗം പോകുന്നുള്ളൂ. അതിന് മുൻപുള്ള നിങ്ങൾ 6 മണിക്ക് എണീക്കുന്ന ആളായിക്കോട്ടെ, 5 മണിക്ക് എണീക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങൾക്കൊരു 3-4 മണിക്കൂർ അവിടെ ഉണ്ട്. പിന്നെ 3 മണി കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 5-6 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ട്. അവിടെ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുൻപ് പ്രിപ്പയർ ചെയ്ത് വരും ഈ ലൈവിന് വേണ്ടിയിട്ട്. ഓക്കെ, ഒന്ന് ചെറിയൊരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാനും സമയമെടുത്ത് ചെയ്യാം. ക്വസ്റ്റ്യൻസ് തരും ഓരോ ലൈവിൽ. നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് അതും ചെയ്ത് വരണം. ഓക്കെ, അപ്പം 11 AM ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. മൺഡേ നിങ്ങൾക്ക് 5 PM തുടങ്ങും. 5 to ഒരു 10 PM വരെ നിങ്ങൾക്ക് ലൈവ് ഉണ്ടാവുന്നതായിരിക്കും. അതിൽ ഷുവർ ക്വസ്റ്റ്യൻസ് ഉള്ളി ആ ലൈവിൽ. ഓക്കെ, ഇനി ഓരോ ദിവസം ഏത് ചാപ്റ്റേഴ്സാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. കാരണം നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്തിട്ട് വരാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫ്രൈഡേ നിങ്ങൾക്ക് ഫുൾ നിങ്ങളുടെ ഇൻ്റഗ്രൽസും ഡിഫറൻസിയേഷൻ്റെ മെയിൻ ചാപ്റ്റേഴ്സ് തീർക്കും. ഓക്കെ, അപ്പം നാളെ നിങ്ങൾക്ക് ഏറ്റവും ടഫായ ചാപ്റ്റർ ആദ്യം തന്നെ തീർക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻസ്, ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഈ 4 ചാപ്റ്ററാണ് ഏറ്റവും ടഫായിട്ട് വരുന്ന ചാപ്റ്റേഴ്സ്. പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഇത് ഒരു സെറ്റ് കാൽക്കുലേഷൻ്റെ മൊത്തം തീർക്കുകയാണ്. നാളെ രാവിലെ 11 മണി to 3 മണി. ഓക്കെ, ഏകദേശം 3 മണി വരെ വരിക. ഇനി നമുക്ക് പിന്നെ വരുന്നത് സാറ്റർഡേ വരുന്നത് വെക്ടർ ആൾജിബ്ര 3D. നമ്മൾ വെക്ടറും 3D വേറെ സെറ്റ് സാധനമാണ്. അതും പഠിക്കണം. അതും കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മാർക്ക് കിട്ടും. ഓക്കെ, അത് രണ്ടും പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളിവിടെ പഠിച്ചു തീർക്കാത്തതുകൊണ്ട് അതും തീർക്കുന്നു. പിന്നെ LPP ഈസി സ്കോറിംഗ് ഉറപ്പായിട്ടുള്ള മാർക്ക് ഉണ്ട്. സൺഡേ എന്താ ചെയ്യുന്നത്? ഡേ 3 എന്താ ചെയ്യാവുന്നത്? റിലേഷണൽ ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി, മെട്രിസസ്, ഡിറ്റർമിനൻസ്, എല്ലാം സിമ്പിൾ. പിന്നെ പ്രോബിലിറ്റി ഒരു മീഡിയം ടഫ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ മൺഡേ വൈകുന്നേരം 5 PM 50 ഷുവർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ വീണ്ടും നാളെ നിങ്ങൾ ഈ ലൈവിന് വരുമ്പോൾ നിങ്ങൾ ഡിഫറൻസിയേഷനും ആപ്ലിക്കേഷൻസും പിന്നെ ഇൻ്റഗ്രൽസും അതിൻ്റെ ആപ്ലിക്കേഷനും അറിയുന്നതൊക്കെ പഠിച്ചു പോവാ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടൈപ്പുകളോ അത് പ്രിപ്പയർ ചെയ്ത് പോവാ. കാരണം ലൈവിൽ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ സമയം കളയുന്നതായിരുന്നു. നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ ലൈവിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യും. സോ ദാറ്റ് നിങ്ങൾക്ക് എന്താണ് ഈ സെഷൻ യൂസ്ഫുൾ ആവും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും ഹോംവർക്കായിട്ട്. അത് നിങ്ങൾ വൈകുന്നേരം രാത്രി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തെ പ്രിപ്പയർ ചെയ്തു പോവാ. വെക്ടറും 3Dയും ഡിഫറൻഷ്യൽ LPP പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. വെക്ടറും 3Dയും പ്രിപ്പയർ ചെയ്തു. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനുള്ള പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞു. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്ത് തരിക. ഈ ലൈവ് യൂസ്ഫുൾ ആക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഹോംവർക്ക് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താ, സിമ്പിൾ ലൈവാണ്. അവസാന ദിവസം ലൈറ്റായിട്ട് പഠിക്കാം പുതിയ ചാപ്റ്റേഴ്സ്. അതോടെ എല്ലാ ചാപ്റ്ററും കഴിഞ്ഞ് പിന്നെ 50 ഷുവർ ക്വസ്റ്റൻസ്. ഇത് ചെയ്താൽ ധാരാളം. പക്ഷേ സെൽഫ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫിസിക്സിൻ്റെ അലക്സാറിന് ആൻസർ കീൻ്റെ പോയിട്ട് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ലൈവിലെ കമൻറ്റ്സ് നോക്കുക. എല്ലാവരും പറയും എല്ലാം അറിയായിരുന്നു പക്ഷെ മറന്നുപോയി. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അപ്പം ആ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ നോക്കുക. മാത്സിന് സ്റ്റഡി പ്ലാൻ ക്ലിയർ ആയി വിചാരിക്കുന്നു. പിന്നെ മക്കളെ
10 അവറിനെക്കാട്ടുള്ള ഡ്യൂറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. 4 ലൈവുകളുണ്ട്, 16 hours 17 hours ഏകദേശം ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ 10 hour എന്ന് പറഞ്ഞിട്ട് സങ്കടമാവേണ്ട ആവശ്യമില്ല. അതിനെക്കാട്ടും കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ പ്രോപ്പറായിട്ട് പഠിക്കാൻ വരിക. അപ്പോൾ നാളെ 11 AM കാണാം. എൻ്റെ ലൈവ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സി യു ടുമോറോ. ഓൾ ദി ബെസ്റ്റ് ഫോർ മാത്സ് എക്സാം. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ടുകളോ പ്രശ്നങ്ങളോ ഉള്ളതെന്ന് നമുക്ക് പ്രത്യേകം സോൾവ് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. ടാറ്റാ ബൈ ബൈ. സി യു ടുമോറോ. ഇന്ന് പോയിട്ട് പ്രിപ്പയർ ചെയ്യുക ഈ ചാപ്റ്റേഴ്സ്. ഓക്കെ.